കുറച്ച് ദിവസമായി ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് പ്രധാനമായിട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശ്രീനിവാസൻ പറഞ്ഞ പോലെ കഠിനമായ വയറുവേദന മൂലം എന്നൊക്കെ പറയില്ലേ അതുമാതിരി കഠിനമായ അസുഖങ്ങളായിരുന്നു. തൊണ്ട കംപ്ലീറ്റ്ലി ഓഫായിരുന്നു. ഇപ്പോൾ ഒന്ന് ഓൺ ആയിട്ടുണ്ട്. പക്ഷേ ഈ വീഡിയോ എടുത്ത ശേഷം അത് കംപ്ലീറ്റ്ലി ഓഫായി പോകുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ അടുത്ത വീഡിയോ എപ്പോഴാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് കാലമായിട്ട് പറയണമെന്ന് വിചാരിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. നമ്മൾ പലപ്പോഴും വിചാരിക്കും നമ്മളിങ്ങനെ പോസിറ്റീവ് തിങ്കിങ് അല്ലെങ്കിൽ വിഷ്വലൈസേഷൻ ഇതൊക്കെ ചെയ്തിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റം നന്നായി വരുത്താൻ പറ്റും എന്ന് പൊതുവേ ഒരു പോപ്പുലർ ആയിട്ടുള്ളൊരു ഒപ്പീനിയൻ ഉണ്ടല്ലോ. ഇതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള എന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ ഒരു കുറച്ച് കാര്യങ്ങൾ കൂടെ ചേർത്താൽ വളരെയധികം റിസൾട്ട് തരുന്ന ഒരു കാര്യമുണ്ട്. അതാണ് വൂപ്പ്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ പറയാം. അപ്പം നമ്മൾ ഈ പൊതുവെ വിഷ്വലൈസേഷനും പോസിറ്റീവ് തിങ്കിങ്ങും ഒക്കെ ചെയ്താൽ നല്ലതാണ് അല്ലേ, നെഗറ്റീവായി ചിന്തിക്കണേക്കാളും നല്ലതാണ്. പക്ഷെ സംഭവം നന്നായിട്ട് വർക്ക് ചെയ്യാനുള്ള ചാൻസ് അത്ര കൂടുതലാണെന്ന് പറയാൻ പറ്റില്ല അല്ലേ. എന്നുവെച്ചാൽ അത് വർക്ക് ആവണ്ടേ, നമ്മൾ ഈ എന്തെങ്കിലും ഒരു ഗോള് എത്തണം എന്ന് വിചാരിച്ച് അവിടെ എത്തണ്ടേ. ഈ വിഷ്വലൈസേഷനും പോസിറ്റീവ് തിങ്കിങ്ങും ഒക്കെ വർക്ക് ചെയ്യുന്നെങ്കിൽ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും സാധിക്കണ്ടേ. അപ്പം നമ്മൾ അതിനുള്ള പ്രോബബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് സയൻസ് ബാക്ക് ചെയ്യുന്ന റിസർച്ച് ബാക്ക് ചെയ്യുന്ന ഒരു മെത്തേഡാണ് വൂപ്പ്. അപ്പോൾ ബേസിക്കലി ഈ വൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു മിയർ ഡ്രീമർ ആയിരിക്കുന്നതിന് പകരം ഒരു ഡൂവർ ആക്കും. ഇതിപ്പോൾ റിസർച്ച് ചെയ്ത ഏരിയാസിൽ മാറ്റം വരുത്തിക്കുന്ന ഫീൽഡ്സ് കണ്ടാൽ നമ്മൾ ഞെട്ടുട്ടോ. ഭയങ്കര ക്രോണിക് ഇൽനെസ്സസ് ഒക്കെ ഉള്ള ആൾക്കാർ അവർ വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ ആ റേറ്റ് ഈ വൂപ്പ് മെത്തേഡ് ഫോളോ ചെയ്യുമ്പോൾ ഡ്രാസ്റ്റിക്കലി മാറുകയാണ്. അതുപോലെ ആൾക്കാരുടെ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഒക്കെ ഇല്ലേ, അതൊക്കെ അവർ ഡീൽ ചെയ്യുന്നത് അത് കുറച്ചുകൂടി ബെറ്റർ ആവുകയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ എന്താണ് വൂപ്പ്, എങ്ങനെയാണ് ആ മെത്തേഡ് യൂസ് ചെയ്യേണ്ടത്, സോ ദാറ്റ് നമ്മുടെ വിഷ്വലൈസേഷൻ്റെ ഒപ്പം വൂപ്പ് കൂടെ പ്രയോഗിച്ചാൽ നമുക്ക് ബെറ്റർ ആയിട്ട് ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എങ്ങനെയാണ് എത്തിക്കുക, ഈ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. ആദ്യം തന്നെ വൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ ഉള്ള വിഷ്വലൈസേഷൻ അല്ല. ആദ്യം പറഞ്ഞല്ലോ, ഇതൊരു സയൻറ്റിഫിക്കലി ബാക്ക്ഡ് ഒരു മെത്തേഡാണ്. ഇത് ഡെവലപ്പ് ചെയ്തത് ജർമ്മൻ ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ ഗബ്രിയേലെ യൂറ്റിങ്ങിനാണ്. സാധാരണ വിഷ്വലൈസേഷനിൽ നമ്മൾ ആ ഔട്ട്കം ഇമാജിൻ ചെയ്യുക എന്നല്ലേ, നല്ല എന്ത് അച്ചീവ് ചെയ്യണം അതങ്ങ് ഇമാജിൻ ചെയ്ത് അവിടത്തേക്കുള്ള നമ്മൾ ഗോൾസ് സെറ്റ് ചെയ്യുക അല്ലേ, അവിടേക്ക് എത്തുക. അതാണ് വിഷ്വലൈസേഷനിലുള്ള ഒരു ബേസിക് രീതി അല്ലേ. വൂപ്പിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആ പോകുന്ന വഴിക്കുള്ള ഒബ്സ്റ്റക്കിൾസിലെ അതുകൂടെ നമ്മൾ കൺസിഡർ ചെയ്യും. അങ്ങനെ നമ്മൾ ആ ഒബ്സ്റ്റക്കിൾസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രതിബന്ധങ്ങൾ അങ്ങനെയല്ല പറയാൻ മലയാളത്തിൽ, അത് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കത് എന്താ പറയുക, ഒരു സോൾഡ് ആയിട്ടുള്ളൊരു പ്ലാൻ ആക്കി മാറ്റാൻ പറ്റും. അതിപ്പോൾ ഇങ്ങനെ ആലോചിച്ച് നോക്കുക, നമ്മളൊരു ഡ്രീമർ ആണെങ്കിൽ നമ്മൾ അവിടെ നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യുന്നത് മാത്രം ഡ്രീം ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. അപ്പം നമ്മൾ അതിൻ്റെ ബ്രൈറ്റ് സൈഡ് മാത്രമേ ഇമാജിൻ ചെയ്യുന്നുള്ളൂ. പക്ഷേ അവിടെ എത്താനുള്ള കുറച്ച് ഒബ്സ്റ്റക്കിൾസ് അല്ലേ, ബുദ്ധിമുട്ടുകൾ, അതൊന്നും നമ്മുടെ ബ്രെയിൻ കൺസിഡർ ചെയ്യാറില്ല. പക്ഷെ വൂപ്പിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒബ്സ്റ്റക്കിൾസിനെ നമ്മുടെ ഗോൾസിലേക്ക് എത്തേണ്ട സ്റ്റെപ്പിംഗ് സ്റ്റോൺസ്, ചവിട്ടുപടികളായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ വൂപ്പിനെ കുറിച്ചുള്ള റിസർച്ചിൽ ഫിറ്റ്നസ്, ഡയറ്റ്, മെൻ്റൽ വെൽബീയിങ് ഉള്ള ഏരിയാസിൽ ആണ് പൊതുവെ റിസർച്ച് നടന്നിട്ടുള്ളത്. ഈ വൂപ്പ് മെത്തേഡ് യൂസ് ചെയ്തപ്പോൾ ഭയങ്കര ക്രോണിക് ആയിട്ടുള്ള പെയിൻ ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ സ്ട്രോക്ക് ഒക്കെ ഉള്ള ആൾക്കാർ, അവരിലൊക്കെ ഫിസിക്കൽ ആക്ടിവിറ്റി ഡബിളായിട്ട് കൂട്ടാൻ ഈ മെത്തേഡിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ വെയിറ്റ് ലോസും ഡയറ്റിലൊക്കെ ഈ വൂപ്പ് മെത്തേഡ് യൂസ് ചെയ്ത അഡൾട്ട്സ് വെയിറ്റ് ലോസിനൊക്കെ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരില്ലേ, അവരുടെ ഈറ്റിംഗ് ഹാബിറ്റ്സ് ഒക്കെ ഇല്ലേ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിട്ട് അവർ ആക്ച്വലി വെയിറ്റ് ലൂസ് ചെയ്യാൻ അവർക്ക് സാധിച്ചു എന്ന് പറയണേ. അതുപോലെ ഈ ആൽക്കഹോളിലൊക്കെ കൂടുതൽ കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരില്ലേ, അപ്പോൾ അവർക്കൊക്കെ ഈ കൺസംഷൻ കുറയ്ക്കാനും ഈ മെത്തേഡ് സഹായിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഫിസിക്കൽ ഹെൽത്ത് മാത്രമല്ല കേട്ടോ, ഇപ്പോൾ ആങ്സൈറ്റി റിഡ്യൂസ് ചെയ്യാനും ടെൻഷനൊക്കെ ഒന്ന് മാനേജ് ചെയ്യാനും, പിന്നെ എസ്പെഷ്യലി ADHD ഒക്കെ ഉള്ള ആൾക്കാർക്ക് അവരുടെ ഫോക്കസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനും, കുട്ടികൾക്കും മുതിർന്നവർക്കും അവരുടെ ഫോക്കസ് ഒക്കെ, അതൊക്കെയാണല്ലോ ADHDയുടെ ഒരു വലിയ പ്രശ്നങ്ങൾ. അപ്പോൾ ആ ഫോക്കസ് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ നമ്മൾ സോഷ്യലി കുറച്ചുകൂടെ ടോളറൻറ്റും കുറച്ചുകൂടെ നല്ല ബിഹേവിയർ കാഴ്ചവെക്കുന്ന ആൾക്കാരൊക്കെ ആയിട്ട് മാറാൻ ഈ മെത്തേഡ് സഹായിച്ചിട്ടുണ്ട്. ആക്ച്വലി വൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ മോട്ടിവേറ്റഡ് ആക്കി വെക്കാന്ന് മാത്രമല്ല, നമ്മുടെ മൈൻഡ് എന്ത് കാര്യം ചെയ്യണോ ആ കാര്യത്തിൽ ഫോക്കസ് ചെയ്യാനും ഫോളോ ചെയ്യാനും ഉള്ള ഒരു സെറ്റപ്പ് ആക്കി വെക്കും. അപ്പോൾ എങ്ങനെയാണ് ഈ വൂപ്പ് ഉപയോഗിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ആദ്യം ഒരു ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ കുറച്ച് വൃത്തിയുള്ള ഒരു സമാധാനമുള്ള സ്ഥലത്ത് പോയി ഇരിക്കുക. ഭയങ്കര റഷായിട്ടുള്ള സമയത്തൊന്നും പോയി ചെയ്യരുത്. കാരണം നമുക്കിത് കുറച്ച് പണിയുണ്ട്. അപ്പോൾ അത് നല്ല വൃത്തിക്ക് ചെയ്താലല്ലേ അതിൻ്റെ ഔട്ട്കം ശരിയാവുള്ളൂ. ആദ്യം തന്നെ പോയിട്ട് സ്ട്രെസ് അടിച്ചിരുന്നാൽ ശരിയാവില്ല. അപ്പോൾ നല്ല സമാധാനമുള്ളൊരു സമയത്ത് കേട്ടോ, പണിയൊക്കെ തീർത്ത് കുറച്ച് ശാന്തി സമാധാനത്തോടെ ഉറക്കമൊക്കെ ആവശ്യത്തിന് കിട്ടിയ ദിവസം ഇരിക്കുക. എന്നിട്ട് നമ്മളോടൊരു ചോദ്യം ചോദിക്കുക, നമുക്ക് ശരിക്കും ജെന്യുവനായിട്ട് വേണ്ട കാര്യം എന്താണ്, അച്ചീവ് ചെയ്യേണ്ടത് എന്താണ്,
അതിൽ കിട്ടേണ്ട സംഭവം, നമുക്ക് അച്ചീവ് ചെയ്യേണ്ട സംഭവം റിയലിസ്റ്റിക്കും മീനിങ് ഫുള്ളും ആക്കി വെക്കുക കേട്ടോ. ഇപ്പോൾ എനിക്ക് ഇന്നൊരു കാര്യം വെള്ളിയാഴ്ചക്കകം തീർക്കണം, അങ്ങനെയൊക്കെ. രണ്ടാമത്തത് ഔട്ട്കം. അത് നമ്മുടെ വിഷ്വലൈസേഷൻ സ്റ്റെപ്പാണ്. കണ്ണടച്ചിട്ട് എന്താണ് നമുക്ക് അച്ചീവ് ചെയ്യേണ്ടത്, അതിൻ്റെ ഒരു ബെസ്റ്റ് പോസിബിൾ റിസൾട്ട് ഇമാജിൻ ചെയ്യാം. അപ്പം നിങ്ങൾ എന്താണ് കാണുന്നത്, അത് എങ്ങനെയാണ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത്, ഫീൽ ചെയ്യുന്നത് എങ്ങനെയാണ് അത് അച്ചീവ് ചെയ്യുമ്പോൾ, നിങ്ങളുടെ ലൈഫ് അത് കാരണം എങ്ങനെയാണ് ചേഞ്ച് ആവണേ, ആ കാര്യങ്ങളൊക്കെ ഒന്ന് വിഷ്വലൈസ് ചെയ്യാം, അല്ലെങ്കിൽ ഒന്ന് ഇമാജിൻ ചെയ്യാം. അപ്പം അങ്ങനെ നമ്മൾ ഒരു കാര്യം അച്ചീവ് ചെയ്യുമ്പോൾ നമ്മളിൽ വരുന്ന മാറ്റങ്ങളും നമുക്ക് അനുഭവപ്പെടുന്നതൊക്കെ ഇങ്ങനെ ഫീൽ ചെയ്യുമ്പോൾ നമുക്കൊരു കുറച്ച് മോട്ടിവേഷനൊക്കെ കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ മോട്ടിവേഷൻ സ്റ്റെപ്പ്. അടുത്തതാണ് വൂപ്പിലെ ക്രിട്ടിക്കലായ സ്റ്റെപ്പ്, ഒബ്സ്റ്റക്കിൾ. ഈ ഗോൾ അച്ചീവ് ചെയ്യാനുള്ള വഴിക്ക് നമ്മൾ നേരിടാൻ പോകുന്ന തടസ്സങ്ങൾ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഇത് വേറൊരാൾ നമുക്ക് കാശ് തന്നില്ലാന്നോ അവർ നമുക്ക് എന്തെങ്കിലും തന്നില്ലാന്നോ അങ്ങനത്തെ കാര്യങ്ങളല്ല കേട്ടോ, നമ്മുടെ പ്രശ്നങ്ങളാണ്. വേറെ ആൾ നമുക്ക് വേണ്ടി ചെയ്തു തരേണ്ട കാര്യങ്ങളല്ല കേട്ടോ ഇതിൽ വരേണ്ടത്. ഒബ്സ്റ്റക്കിൾ എന്ന് പറയുമ്പോൾ ഇന്റേണൽ ആയിട്ടുള്ള ഒബ്സ്റ്റക്കിൾസ് ആണ്. നമ്മുടെ ഹാബിറ്റ്സ് ആയിരിക്കും, ഫിയേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഇൻഹിബിഷൻ ആയിരിക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമുക്കൊരു കാര്യം ചെയ്യണം അല്ലേ, പക്ഷെ നമ്മൾ ആലോചിക്കുമ്പോൾ പൊതുവെ എന്താ വെച്ചാൽ എനിക്ക് ക്ഷീണം വരുമ്പോൾ ഞാൻ പിന്നെ അത് ചെയ്യാൻ നിൽക്കാറില്ല, മാറ്റി വയ്ക്കും. അപ്പം അതാണ് നമ്മുടെ ഒബ്സ്റ്റക്കിൾ. ലാസ്റ്റ് സ്റ്റെപ്പാണ് പ്ലാൻ. പ്ലാൻ എന്ന് പറയുമ്പോൾ ഇഫ് ദെൻ എന്ന് പറഞ്ഞിട്ടാണ് ആ സ്റ്റെപ്പ് വരിക. അപ്പം അതിങ്ങനെ പ്ലാൻ ചെയ്യാം. ഇങ്ങനൊരു തടസ്സം സംഭവിച്ചാൽ, ഇഫ് ഒബ്സ്റ്റക്കിൾ ഹാപ്പൻസ് ദെൻ ഐ വിൽ ടേക്ക് ദിസ് ആക്ഷൻ, ഇങ്ങനെയാണെങ്കിൽ ദെൻ ഇങ്ങനെ ചെയ്യും എന്നുള്ള രീതിയിൽ നമ്മുടെ ഒബ്സ്റ്റക്കിളിനെ നേരിടാനുള്ള പ്ലാൻ നമുക്ക് ഉണ്ടാവണം. ഇപ്പോൾ പ്രൊക്രാസ്റ്റിനേഷൻ ആണ് എല്ലാവരുടെയും പ്രശ്നം. എന്ന് വെച്ചാൽ മടി, നമ്മൾ മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്നതാണ് പ്രശ്നമെങ്കിൽ, ഇഫ് ഐ സ്റ്റാർട്ട് പ്രൊക്രാസ്റ്റിനേറ്റിംഗ് ഐ വിൽ സെറ്റ് എ 10-minute ടൈമർ ഇൻ ബിഗിൻ, അങ്ങനെ പറയാം. ഒരു 10 മിനിറ്റ് ടൈമർ വെച്ചിട്ട് ആ സമയത്ത് ഞാൻ പണി ചെയ്യും, അങ്ങനെ അല്ലേ. നമ്മൾ പ്രൊക്രാസ്റ്റിനേഷൻ ചെയ്യുമ്പോൾ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നടന്നു പോകും, തുടങ്ങാനാണ് പ്രശ്നം. അപ്പോൾ അങ്ങനെ ഒരു ലേസിനെസ് തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുകയാണെങ്കിൽ, അപ്പം ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരു 10-minute ടൈമർ വെച്ചിട്ട് എൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യും. ഇനി നമ്മൾ ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കിയേ, നമ്മൾ നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ഒബ്സ്റ്റക്കിൾ ഉണ്ടാവുകയാണ്. അവിടെ നമ്മൾ നമ്മുടെ ഇഫ് ഇങ്ങനെ ദെൻ ഇങ്ങനെ ചെയ്യും എന്ന് പറയുന്ന പ്ലാൻ സക്സസ്ഫുള്ളി അവിടെ യൂസ് ചെയ്യാണ്. അപ്പം ഇങ്ങനെ ചെയ്യുമ്പം നമ്മുടെ ബ്രെയിൻ ഈ റിയൽ ലൈഫ് സിറ്റുവേഷൻസിലും റിയൽ ലൈഫ് സെനേറിയോസിലും എങ്ങനെയാണ് ഇത് നേരിടേണ്ടത് എന്നുള്ളത് പ്രാക്ടീസ് ചെയ്യാണ്. അപ്പം വിഷ്വലൈസേഷനിൽ നമ്മൾ ഒരു വിഷ്വൽ തിങ്കിങ് അല്ലെങ്കിൽ ഡ്രീമിങ് മാത്രമേ നടക്കുന്നുള്ളൂ. പക്ഷെ വൂപ്പിൽ നമ്മൾ ആ വിഷ്വലൈസേഷൻ്റെ ഒപ്പം ഒബ്സ്റ്റക്കിൾ മാനേജ്മെന്റ് കൂടെ നമ്മുടെ ബ്രെയിനിനെ ട്രെയിൻ ചെയ്യാണ്. ആ വരുന്ന ചാലഞ്ചസ് എങ്ങനെയാണ് നാവിഗേറ്റ് ചെയ്യുക എന്നുള്ളത് കൂടെ നമ്മുടെ ബ്രെയിനിനെ പറഞ്ഞ് പ്രിപ്പയർ ചെയ്യിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ വൂപ്പും വിഷ്വലൈസേഷൻ രണ്ടും കൂടെ വരുമ്പോൾ നമുക്ക് നമ്മുടെ ഗോൾസിലേക്ക് കുറച്ചുകൂടെ അടുത്തെത്താൻ പറ്റണത്. ഇപ്പം നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ പൊതുവെ ആൾക്കാർക്കൊക്കെ എക്സസൈസ് ചെയ്യണം എന്നുള്ള ഭയങ്കര ആഗ്രഹം ഉണ്ടാവും, പക്ഷേ നടക്കാറില്ല. അപ്പം നമ്മുടെ ഗോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച 3 ദിവസം ഞാൻ എക്സസൈസ് ചെയ്യണം, അതാണ് എൻ്റെ ഒരു ആഗ്രഹം. ഓക്കെ, ഗോൾ അതാണ്. വിഷ് എന്താ നമ്മുടെ? ഇപ്പോൾ ഗെറ്റ് ഫിറ്റ് ആൻഡ് എനർജൈസ്ഡ് അല്ലേ, നല്ല ആരോഗ്യമുള്ള ആളാവണം, അതാണ് നമ്മുടെ ഗോൾ. അതിൻ്റെ ഔട്ട്കം എന്തായിരിക്കും? മേ ബി ഫീൽ സ്ട്രോങ്ങർ ആൻഡ് കോൺഫിഡൻറ്റ് അല്ലേ, നമ്മുടെ ബോഡീനെ കുറിച്ച് നമുക്ക് നല്ലൊരു ഗുഡ് ഫീലിംഗ് ഉണ്ടാവുക. ഒബ്സ്റ്റക്കിൾ എന്താണ്? ജോലി കഴിഞ്ഞ് വരുമ്പം ഐ ഫീൽ ടയേർഡ്. അപ്പോൾ ഈ ഒബ്സ്റ്റക്കിളിനെ നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ പ്ലാൻ എന്താക്കാം? ഇഫ് ഐ ഫീൽ ടയേർഡ് ദെൻ ഐ വിൽ ഡു എ 10-minute ഹോം വർക്ക്ഔട്ട് ഫസ്റ്റ്. അപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന വർക്ക്ഔട്ട്സ് ഇല്ലേ, യൂട്യൂബൊക്കെ നോക്കിയാൽ കാണാം. 10-minute വർക്ക്ഔട്ട്സ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടും. അങ്ങനെ എനിക്ക് ഞാൻ ടയേർഡ് ആണെന്ന് തോന്നുകയാണെങ്കിൽ ഞാനൊരു 10-minute ഹോം വർക്ക്ഔട്ട് ചെയ്യും. അതാണ് ഈ ഒബ്സ്റ്റക്കിൾ വന്നാൽ എന്ത് ചെയ്യും എന്നുള്ളതിന് നമ്മുടെ പ്ലാൻ. ഇനി ഇത് വിഷ്വലൈസ് ചെയ്യാം. നമ്മൾ വർക്ക് കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയാണ്, നമ്മൾ ക്ഷീണിച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ നമ്മുടെ പ്ലാൻ എടുക്കുകയാണ്, ഒരു 10-minute ഹോം വർക്ക്ഔട്ട് ചെയ്യാണ്. അങ്ങനെ നമ്മൾ വർക്ക്ഔട്ട് കംപ്ലീറ്റ് ചെയ്യുന്നു, നമ്മൾ ഹാപ്പിയായി ആ ദിവസം എക്സസൈസ് ചെയ്തതിൻ്റെ ഹാപ്പിനെസ്സിലിരിക്കുകയാണ്. പലപ്പോഴും ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പണ്ട് വായിക്കുമ്പോൾ എനിക്ക് തോന്നി ഇതൊക്കെ ഇപ്പോൾ ആർക്കറിയാത്തത്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നേരിടണം എന്നുള്ളത് ആർക്കറിയാത്തതെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ആക്ച്വലി എൻ്റെ ചിന്താഗതി മാറ്റിച്ചത് ആറ്റോമിക് ഹാബിറ്റ്സ് എന്നുള്ള പുസ്തകമാണ്. ഞാൻ പറഞ്ഞിട്ടില്ലേ, വളരെ പോപ്പുലർ ആയിട്ടുള്ള പുസ്തകമാണ്, പലരും വായിച്ചിട്ടുണ്ടാവും. വായിച്ചിട്ടില്ലെങ്കിൽ ഇത് വായിക്കുക, ആറ്റോമിക് ഹാബിറ്റ്സ് ബൈ ജെയിംസ് ക്ലിയർ. അതിന് മലയാള പരിഭാഷയുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇംഗ്ലീഷ് പ്രോബ്ലമാണ്, അത് കാരണം വായിക്കാണ്ടിരിക്കേണ്ട. അതിൽ നമ്മൾ അയാളുടെ ലൈഫിലെ സിറ്റുവേഷൻസിൽ അയാൾ എങ്ങനെ നാവിഗേറ്റ് ചെയ്തെന്ന് വളരെ നമ്മളെ ഹാർട്ടിനെ ടച്ച് ചെയ്യുന്ന പല ഇൻസിഡൻസും അതിലുണ്ട്. അപ്പം അയാളുടെ കഥ വായിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമ്മൾ ഇതൊക്കെ എല്ലാവർക്കും അറിയാമെങ്കിലും ഈ അപ്ലൈ ചെയ്യുന്നവർക്ക് ഭയങ്കര ഡിഫറൻസ് വരും. ഇപ്പം നമ്മൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും അറിയാമെങ്കിലും നമുക്കിത് ആരെങ്കിലും കുത്തിയിരുന്ന് ഇത് ഇങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞു തരുമ്പം അതിലൊരു വ്യത്യാസം വരിക. അതുകൊണ്ടാണല്ലോ ഈ സ്ട്രോക്ക് വന്ന പേഷ്യൻസിനോ അല്ലെങ്കിൽ എക്സ്ട്രീം പെയിനൊക്കെ ഉള്ള ആൾക്കാർക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്ത് ഡിഫറൻസ് വരുന്നത്. അപ്പം നിങ്ങളതിൻ്റെ
ഇതൊക്കെ എന്ത് ആ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ എടുക്കരുത് കേട്ടോ. നമ്മളെ ചാനലിലെ ആൾക്കാരൊക്കെ എല്ലാവരും പോസിറ്റീവായിട്ടുള്ള ഗ്രോത്തിന് വേണ്ടിയിട്ടും ബെറ്റർ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് എയിം ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡും അതേമാതിരി തന്നെ ആയിരിക്കണം. ഒന്ന് ശ്രമിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം അച്ചീവ് ചെയ്യണമെങ്കിൽ ആ കാര്യം ഒരു പ്ലാൻ ഉണ്ടാക്കുക. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ മാതിരി സിമ്പിൾ അല്ലേ? ആ മെത്തേഡിൽ ഒരു പ്ലാൻ ഉണ്ടാക്കുക, എന്നിട്ട് ശ്രമിച്ചു നോക്കുക. നമ്മളിങ്ങനെ ചെറിയ ചെറിയ സ്റ്റെപ്സ് എടുക്കുമ്പോൾ നമ്മുടെ ലൈഫ് വലുതായിട്ട് മാറും. അതെങ്ങനെയാണെന്ന് എനിക്ക് എന്താ പറയുക, നിങ്ങളത് പറഞ്ഞു തരാൻ പറ്റുന്നില്ല. നിങ്ങളിതിൽ വിശ്വസിക്കാത്ത ആൾക്കാരാണെങ്കിൽ ചെറിയ ചെറിയ സ്റ്റെപ്സാണ് വലിയ വലിയ മാറ്റങ്ങൾ ശരിക്കും കൊണ്ടുവരുന്നത്. ഈ കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പിച്ച് വിശ്വസിച്ചോളൂ. ആ ചെറിയ സ്റ്റെപ്പ് റൈറ്റ് ഡയറക്ഷനിൽ എടുക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് കുറച്ചെങ്കിലും സ്വന്തമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനം ആവട്ടെ എന്ന് വിചാരിക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. വൂപ്പ് മെത്തേഡിനെ കുറിച്ച് നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻ കിട്ടും. എന്തെങ്കിലും ഈ മെത്തേഡിനെ കുറിച്ച് സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. അടുത്ത ദിവസം വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയിൽ കേട്ടോ. ബൈ.